എന്താ എന്തു പറ്റി? നിങ്ങൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ധ്വനിമോള് വരട്ടെ. എന്താ മോളെ, എന്തു പറ്റി? എന്താ വിഷമിച്ചു എന്ന് പറഞ്ഞേ? ധ്വനിമോളുടെ ഈ വിഷമത്തിന് കാരണം ചേട്ടനും പൂർണ്ണ ചേച്ചിയും തന്നെയാ. അതെ, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ധ്വനിമോളെ ബാധിക്കാതെ ശ്രദ്ധിക്കണം. കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നല്ലേ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാലോ? കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് തന്നെയാ ഇങ്ങനെ പറയുന്നത്. സഞ്ജയ് ചേട്ടനും പൂർണിമേച്ചയും തമ്മിൽ പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്തതായ ഒരു പ്രശ്നവും ഇപ്പൊ നിലവിലില്ല. പിന്നെ എന്തിനാ ഈ വാശി? ആരെങ്കിലും ഒരാള് തോറ്റുകൊടുത്താ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കുഞ്ഞായിരിക്കില്ലേ? ഇന്ന് തന്നെ ധ്വനിയുടെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന് ആ കുട്ടിയുടെ പാരന്റ്സ് ചോറ് വാരി കൊടുക്കുന്നത് കണ്ട് മോൾ ഒരുപാട് വിഷമിച്ചു. ധ്വനിയുടെ സങ്കടം കണ്ടിട്ടാ ഞങ്ങൾ ചേട്ടനെ വിളിച്ചത്. മോള് എന്തിനാ വിഷമിച്ചത്? അച്ഛനില്ലേ കൂടെ? എന്റെ മോൾ എപ്പോൾ ആഗ്രഹിച്ചാലും അച്ഛൻ ഓടി വരും. മോൾക്ക് ചോറ് വാരിത്തരണമെന്നോ? അതിനെന്താ, അച്ഛൻ വാരിത്തരാട്ടോ. ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കട്ടോ, ഇവിടെ ഇരിക്കട്ടോ.